വിവി ഹിയർ അദ്ദേഹത്തിനെ തെറി വിളിക്കുന്ന ആ വ്യക്തി, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ പേരിന് ഇവിടെ പറയുന്നുമില്ല. ആ ഒരു വ്യക്തി ചെയ്ത വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒരുപാട് യൂട്യൂബർമാർക്കെതിരെ ഒക്കെ നമ്മുടെ ശാരിക ചേച്ചിയൊക്കെ പരാതിയുമായിട്ട് ഹ്യൂമൻ റൈറ്റിൽ ആരെയൊക്കെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തെറിത്താത്ത എന്ന് അഭിസംബോധന ചെയ്ത് ചില വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ആ വാക്കുകൾ മാന്യമായ വാക്കാണോ? പിന്നെ നിങ്ങൾ ആ ഒരു സമ്മേളനം വിളിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരുന്ന ചാച്ചി ഒരുപാട് ഒരുപാട് വീഡിയോസ് എല്ലാവരുടെ കയ്യിലുണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഗണത്തിലേക്ക് ഈ പ്രസ്തുത വ്യക്തിയും കൂടി ചേർക്കാമല്ലോ. അതുൽ ലോഗിനെ ഇങ്ങനെ ഒരു വൃത്തികേട് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, തെറി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വിവി ഹിയറിനെ തെറി വിളിക്കുമ്പോൾ കുഴപ്പമില്ലേ? ചോദിക്കുകയാണ്, ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും, അതാണ് നമ്മുടെ ഒരു സ്റ്റൈല്. വിവി എന്തിന് സ്ട്രൈക്ക് കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. വിവിയുടെ വീഡിയോ ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യമൊന്നും വരാനില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. പകരം ആ ഉപയോഗിച്ച വാക്കുകളാണ് പ്രശ്നമായത്. ഒരു വ്യക്തിയുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് വൃത്തികേടുകൾ പറയുന്നത് ശരിയായ കാര്യമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യുന്നത് പോലെയല്ല ഈ സീനിലേ ഇല്ലാത്ത ആളുകളുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ തെറി വിളിക്കാൻ, അതുൽ ലോഗിന്റെ മാതാപിതാക്കളെ തെറി വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റാണുള്ളത്? ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചിട്ട് ശാരിക മേഡം ചില കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ, അതുകൊണ്ട് ചോദിക്കുക, ഈ പ്രസ്തുത വ്യക്തി എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഇവിടെ വിവി ഹിയർ പറഞ്ഞ വാക്കെന്താ, കാര്യം എന്താണ്? സ്വന്തം അമ്മയെ മകൻ ഇത് ചെയ്തു എന്ന് ഒരു ആള് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആ മുഖമടിച്ച് തിരിച്ചേനെ വേറെ വല്ല ആളുകളായിരുന്നെങ്കിൽ എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ പ്രസ്തുത വ്യക്തിയുടെ മുഖമടിച്ച് തിരിക്കും എന്ന രീതിയിലേക്ക് അത് ആക്കാൻ ശ്രമിച്ചത് എത്ര വലിയ വിഡ്ഢിത്തര! അയാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ആളത് ചെയ്തത്. ഇനിയും അത് ആവർത്തിച്ചാൽ അയാൾ ഇത് ഇനിയും ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കെതിരെ അത്തരം വാക്കുകൾ ഈ പറയുന്ന വ്യക്തി ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ വിവി ഹിയർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കൊരു അസുഖം വന്ന സമയത്ത് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, സന്ദീപെ അവർക്ക് ഇത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, അപ്പൊ ദയവ് ചെയ്ത് സന്ദീപ് ഇനി വീഡിയോ ചെയ്യരുത്. അവൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യൽ നിർത്തി. പിന്നീട് പെട്ടെന്നൊരു പൊട്ടിമുളക്കല്ല, സ്വന്തം ചാനലിലൂടെ ആ മകനെ കുറിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് വീണ്ടും അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോഴും ഈ വിവി ഹിയർ എന്ന യൂട്യൂബർ വിളിച്ച് പറഞ്ഞു അവരെന്താ വെച്ചാൽ പറയട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ്. പക്ഷെ അവൻ അത് ചെയ്തില്ല. എന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല, കാരണം ആ പയ്യനെ ഒന്ന് രക്ഷപ്പെട്ടു വരുന്നുള്ളടാ. അപ്പോൾ ഇതിന് വലിച്ചു കീറാൻ സൈബർ ബുള്ളിങ്ങിന് സ്വന്തം ചാനൽ വഴി ഇട്ട് കൊടുക്കുന്നു. പിന്നെ പ്രസ്തുത വ്യക്തി, മറ്റേ വ്യക്തി ആളും വന്നിട്ട് ഈ ചെക്കനെ വലിച്ചു കീറിയപ്പോഴാണ് നമ്മളൊക്കെ റിയാക്ട് ചെയ്തത്. അതുവരെ ആരും റിയാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയിൽ കിടക്കുന്നു. നിങ്ങൾ എന്തോ കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ 12 ദിവസം റെസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിലെ ആങ്കർ ചോദിച്ച ചോദ്യങ്ങൾ സാധാരണ ഒരു ബുദ്ധി വിവേകമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാളെ എന്നാണ് പറയുക. പകരം മകൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊരു കാര്യം ചോദിക്കുന്നില്ലേ? പിന്നെ അതുലിന്റെ ഒരു തമ്പനയിലാണല്ലോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അതുലിന്റെ തമ്പനയില് അതുൽ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നുണ്ടെങ്കിൽ ഇതേ ആർജവം ആരാണ് ഈ പ്രശ്നം തുടക്കമിട്ടത്? ആ വ്യക്തിയോട് എന്തുകൊണ്ട് താങ്കൾ ഒരു ചോദ്യം ചോദിച്ചില്ല? ഹനാനും നിങ്ങളും ഒരേ പ്രോഗ്രാമിൽ ഒരു ക്രിക്കറ്റ് കളി നടന്നില്ലേ? ഒരേ സമയത്ത് ഒരേ ടീമിലുണ്ടായിരുന്ന ആളുകളല്ലേ? എന്തുകൊണ്ടത് ചോദിക്കാഞ്ഞ്? നിങ്ങൾ ഇന്റർവ്യൂകളിലും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എനിക്കത് ചോദിക്കാൻ വയ്യ. പക്ഷെ അവര് പറഞ്ഞ ആ ഒരു കാര്യത്തെ ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യചിഹ്നം ഇട്ടുകൊടുത്ത അതുലാണ് പ്രശ്നക്കാരൻ. ഇപ്പോൾ എല്ലാ വ്ളോഗേഴ്സിനും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരുടെ മനോഭാവം വ്യത്യാസമാണ്. എൻ്റെ സ്റ്റൈലായിരിക്കില്ല അവർ സംസാരിക്കുമ്പോൾ, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. തെറി വിളിക്കുന്ന ഒരു മനുഷ്യനെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറുമല്ല എന്നുള്ളതാണ്. ഇവിടെ വിവി എന്ന് പറയുന്ന വ്യക്തി താങ്കളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യരുത് എന്ന് ഇവിടെയുള്ള ഒട്ടുമിക്ക യൂട്യൂബർമാരെ അറിയിച്ച ഒരു വ്യക്തിയാണ്. അത് എനിക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ മരുന്നിന്റെ ബില്ല്, ഇതിനെക്കുറിച്ച് അദ്ദേഹം വീഡിയോ പോലും ചെയ്തിട്ടില്ല. എന്നാൽ ഒട്ടുമിക്ക ആളുകൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. താങ്കൾ അതൊന്നും മനസ്സിലാക്കാത്തത്? താങ്കളെ തല്ലണം എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞത് അല്ല, മകനിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഒരു ആങ്കർ ചോദിക്കുമ്പോൾ ഒരമ്മ ഒരിക്കലും അത് സമ്മതിക്കില്ല. ആ ചോദ്യം വേണ്ട എന്നാ പറയുക. നിങ്ങൾ ആ ചോദ്യം കേൾക്കുമ്പോൾ ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ അതിന് കൊടുത്ത എക്സ്പ്ലനേഷൻസ്, അതുലിന്റെ കാര്യം പറഞ്ഞത്, അവരുടെ എന്തൊക്കെയാ പറഞ്ഞത്, പിന്നെ സ്വന്തം ചാനൽ വഴി വന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് അഭിമാനമായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിലേറ്റോ ഇന്റർവ്യൂവിൽ എങ്ങാനും പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ കോളനിയിൽ നിന്ന് വരുന്ന ആളുകളാണ്, കോളനിയിലുള്ള ആളുകൾക്ക് നല്ല വസ്ത്രം ധരിച്ചാൽ മറ്റുള്ള ആളുകൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു എന്നുള്ളത്. എന്ത് ബുദ്ധിമുട്ടാണ്? ആർക്കും ഇല്ലാത്ത ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കി നോക്ക്,
കോളനി എന്ന് പറയുന്ന ആ വാക്കിനെ വീണ്ടും വേറൊരു വാക്ക് ആളുകൾ കൂട്ടിച്ചേർക്കുക. നിങ്ങൾ പറഞ്ഞ ആ തെറിയാരനാന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഇത്തരം വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വിവി എന്ന് പറയുന്ന വ്യക്തി. നിങ്ങളെ തെറി വിളിച്ചിട്ടുള്ള വീഡിയോസ് അയാൾ ചെയ്തിട്ട് പോലുമില്ല. പിന്നെ തമ്പനയിൽ ഇരിക്കുന്ന പല കാര്യങ്ങളും അത് ആ വീഡിയോന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ വാക്കിലെ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വാക്കായിരിക്കും തമ്പനയിൽ വെച്ചിട്ടുണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എൻ്റെ തമ്പനയിലുള്ള ഒരു കാര്യം എന്താ, കിച്ചു പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് പിറന്നാൾ ആശംസകൾ. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ ആ കുട്ടിയുടെ ഫോട്ടോയും ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ ഇട്ട ഒരു കുറിപ്പാണ്, ഒരു പോസ്റ്റാണ്. ഞാനത് വായിക്കാം. ഇപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ, പക്ഷേ എന്ത് സംഭവിച്ചാലും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് നീ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതോ അനുഭവിക്കുന്നതോ എല്ലാം ഒരു പക്ഷെ നിനക്ക് മനസ്സിലാകണമെന്നില്ല, പക്ഷേ ഒരു ദിവസം ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്നും നീ മനസ്സിലാക്കും. അതുവരെ നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം അറിയുക. നമ്മൾ തമ്മിൽ എത്ര ദൂരമുണ്ടായാലും നമുക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഹൃദയത്തിൽ നിനക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും. അനുജന് പിറന്നാൾ ആശംസകൾ നേർന്ന ആ പയ്യന്റെ ഒന്ന് മലയാളത്തിലേക്ക് മാറ്റി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. ആ പയ്യന് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോ ആണ് അവന് വരാതിരിക്കാനുള്ള. അവര് രക്തബന്ധം, അവരൊരുമിച്ച് ജീവിക്കേണ്ടവരാ. ആ പയ്യന്റെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തത്. ആ കുട്ടി മുന്നിലൂടെ ഒക്കെ പോകുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആ പയ്യൻ ഇത് കേൾക്കുകയാണ്. അപ്പോൾ ഇവൻ ഇങ്ങനെയാണ് എന്നൊരു ധാരണ ആ കുട്ടിക്ക് മനസ്സിലുണ്ടാവും. ആ കുട്ടിക്ക് നല്ല വിവേക ബുദ്ധി ഉള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ നിങ്ങൾ ഇന്നലെ ഇട്ട ആ വീഡിയോ ഇല്ലേ, ആ പിറന്നാൾ ആശംസകൾ വേടനോട് സംസാരിക്കുന്ന ഒരു ഭാഗമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഭാഗമൊക്കെ. കാരണം ആ പയ്യൻ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങളെ എനിക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ആ വാക്കുകൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പയ്യന്റെ മനസ്സിൽ അത്ര രജിസ്റ്റർ ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ, ചേട്ടൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ അവനുണ്ടാവുന്ന മനസ്സിനകത്ത് വരുന്ന ഒരു ചിത്രം എന്തായിരിക്കും? ചെറിയ പ്രായത്തിലാണ് അത് തലയിലേക്ക് കയറുക. അത് ചെയ്യരുത് നിങ്ങൾ. അവരൊരുമിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളൊക്കെ മരിച്ചങ്ങും പോവും. ചെറിയ പയ്യന്മാരാണ്, ചെറിയ ആളുകളാണ്. അവരാണ് നമ്മുടെ തലമുറയായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവൻ വിളിച്ചില്ല, അവൻ വന്നില്ല, അവൻ വരുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. ഇന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ആ ആങ്കർ ചോദിച്ച ചോദ്യം അത്രത്തോളം ഭീകരാന്നുള്ളതാണ്. നെഗറ്റീവ് പറയണം, വീഡിയോ വരണം, എന്നാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ അല്ലേ ചേച്ചി എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കിയേ, അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നുള്ളതാണ്. നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ വെറും 4 ചോദ്യം. ബാക്കി 20 ചോദ്യങ്ങൾ എന്തിനെ കുറിച്ചിട്ട് അറിയോ? മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാ. അത് കോൺട്രവേഴ്സികളാണ്. മകനെ കുറിച്ച് ചോദിക്കുന്നു, സ്പ്രേയെ കുറിച്ച് ചോദിക്കുന്നു, ചേട്ടന്റെ കുടുംബത്തിനെ കുറിച്ച് ചോദിക്കുന്നു. ഇതൊക്കെ വേറെ കാര്യങ്ങളാണെന്നുള്ളതാണ്. അസുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കാതെ പോകുന്ന എന്തുകൊണ്ടാ? പിന്നെ അതുൽ എന്ന് പറയുന്ന വ്യക്തി കാറ് വാങ്ങിയതിൽ ഇത്ര രൂപ എന്റേതാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുലിന്റെ ബാക്ക്ഗ്രൗണ്ട്? നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? അവനൊരു പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കുന്ന ആളല്ല, അത് ആദ്യം മനസ്സിലാക്കാം. അവന്റെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ബോൾഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവനൊരു കാറ് വാങ്ങണമെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന പണം വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതൊന്നും മനസ്സിലാക്കാതെ എന്നെ വിറ്റ കാശ് കൊണ്ടാ. എന്ത് വിറ്റ കാശ് കൊണ്ട്? നമ്മളെല്ലാവരും ഇപ്പൊ ഞാൻ ഇടുന്ന ഈ വീഡിയോ യൂട്യൂബിൽ 14,000 പേജുള്ള ഒരു പേപ്പറിൽ ഒരു സൈൻ വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. ഈ സൈൻ വിട്ട് നമ്മളോട് കയറുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വലിയൊരു ഉപാധി ഉണ്ട്. എന്താണെന്നറിയോ? എൻ്റെ വീഡിയോസ് യൂട്യൂബിന് ആഡ്സെൻസിന് വേണ്ടി ഞാൻ വിൽപ്പന നടത്തുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്, ആഡിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്, അതിൽ വീണ്ടും ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ച് അതിൽ നിന്ന് ഇത്ര ശതമാനം എനിക്ക് കിട്ടും എന്നുള്ളതാണ് ഉപാധി. രണ്ടാമത്തെ ഉപാധി എന്താ അറിയോ? ഞാനിടുന്ന വീഡിയോ മറ്റുള്ള ആളുകൾക്ക് എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള ഫെയർ യൂസ് പോളിസിയിൽ ഒപ്പുവെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ മറ്റുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യാം എന്നുള്ളതാണ് ആ പോളിസി. അപ്പൊ ഇതുമായിട്ടൊന്നും നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഫെയർ യൂസ്, ഈ മില്ലേനിയം ഫെയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരുടെ വീഡിയോ റിയാക്ട് ചെയ്യാം. അത് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ അത് എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? പിന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ, ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളിൽ പല കാര്യങ്ങളുണ്ട്. മറ്റുള്ള ആളുകളുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, പാടില്ല എന്നൊക്കെ ഉണ്ട്. മറ്റുള്ള ആളുകളുടെ പ്രൈവസി സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആണെങ്കിൽ അത് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇത് എൻ്റെ പ്രൈവസി ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യങ്ങൾ? ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആഡ്സെൻസിനും മെറ്റയ്ക്കും നമ്മൾ വിൽപ്പന നടത്തുന്ന നമ്മുടെ വീഡിയോസ്, ആ വീഡിയോസ് മറ്റുള്ള ആളുകളിൽ സഭ്യമായ രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അസഭ്യം വിളിച്ച് താങ്കൾ ചെയ്തതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങളും താങ്കൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് അസഭ്യം തന്നെയാണ്, അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? പിന്നെ ശാരിക മേഡം ഇവർ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിരന്തരമായിട്ട് തെറിത്താത്ത എന്ന് വിളിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആ വിളിക്കുന്നതും ഫെയർ ആയിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
എല്ലാം ഒരൊറ്റ വീഡിയോയിൽ അങ്ങ് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇവിടെ വിവിയെ പറഞ്ഞ വാക്കുകളോ അതുലിനെ പറഞ്ഞ വാക്കുകളോ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതിനപ്പുറം നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട ആളുകളോട് നിങ്ങൾ ഇന്നും ചോദ്യം ചോദിച്ചിട്ടില്ല, നിങ്ങൾ മറുപടിയും കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റിന്റെ ഗ്യാപ്പുകളിൽ കൊടുക്കുന്ന ഇന്റർവ്യൂകൾ, നിങ്ങൾ അവർ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതാണോ, അവർ നിങ്ങൾ വിളിച്ചു വരുത്തി വരുന്നതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ശബ്ദ സന്ദേശങ്ങളും ഒരു സൈഡിൽ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണെങ്കിലും അല്ലെങ്കിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് കോൺട്രവേഴ്സികൾ നിറഞ്ഞതാണ്. അത് ആ പയ്യനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ചോദ്യങ്ങളാണെന്നുള്ളത്. ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി റൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിച്ചിട്ട് അതൊക്കെ സഭ്യമാണോ, അതൊക്കെ മാന്യമായതാണോ എന്നൊക്കെ സ്വയം വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ പ്രസ്തുത വ്യക്തിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം അധപ്പതനത്തിന്റെ അങ്ങേയറ്റമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തരം കണ്ടന്റ് ആണെങ്കിൽ തീരും പറയാൻ കഴിയില്ല. വേറെ വല്ല വിഷയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയായിരുന്നു. ആ നാക്കുകൊണ്ടാണ് നാളെ സാക്ഷി പറയാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായിട്ട് ആ ദൈവസ്തുതി പാടുക എന്നുള്ളതാണ്. പിന്നീട് ആലോചിക്കുകയായിരിക്കും നല്ലത് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി ചെന്ന് ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ പാട്ട് ഇതാ എൻഡിലിടുകയാണ്. അപ്പോൾ വീണ്ടും വരാം. ഒരു തലം മാത്രം, ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നോ. തരളതപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളതപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.